Okay. Apo full-blooded cobra. The topic came from when we were discussing snakes. എപ്പോഴാണ് ഹോമിയോപ്പത്ത് ഞങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നത്? ഞങ്ങള് പാമ്പുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം അദ്ദേഹം ഞങ്ങളോട് ചോദിക്കുന്നത്. We listened attentively as the doctor continued with the tale. ഞങ്ങൾ ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ ഇതിങ്ങനെ കേട്ടു. എന്താ? ഓക്കെ, ഇപ്പൊ ശരിയാവുണ്ടാ? ശരിയാവും, ഒരു മിനിറ്റ്. ഓക്കെ. Has a snake ever coiled itself round any part of your body? A full-blooded cobra? All of us fell silent. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. അപ്പോ ഇവിടെ ഡോക്ടർ പണ്ട് ഒരു സ്നേക്കിനെ കണ്ട കഥ അതിൻ്റെ ഇടയിൽ പറയാണ്. അതായത് ഇവരെന്താ സംസാരിക്കണത്? സ്നേക്കുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പണ്ടത്തെ ഒരു വീരകഥ ഡോക്ടർ പറയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റോറി. ഓക്കെ. It was a hot summer night, about 10 o'clock. രാത്രി 10 മണിയായിട്ടുണ്ട്. നല്ല ചൂടുള്ള ഒരു വേനൽക്കാലാണ് കേട്ടോ. അപ്പോ ഒരു മിനിറ്റ്, അതിൻ്റെ ഇടയിൽ ഫിസിക്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ വാട്സാപ്പിൽ ഇട്ടുണ്ട് കേട്ടോ. ഓക്കെ, നോക്കൂ. I had my meal at the restaurant and returned to my room. ഇപ്പൊ ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, തിരിച്ച് എൻ്റെ റൂമിലേക്ക് വന്നു. I heard a noise from above as I opened the door. ഞാൻ അങ്ങനെ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ പെട്ടെന്ന് അത് മുകളിൽ നിന്നൊരു ശബ്ദം. The sound was a familiar one. ശബ്ദം നല്ല പരിചയമുള്ള ശബ്ദം. One could say that rats. അത് കേട്ടാൽ ഏതൊരാളും പറയാ, ഓ അത് എലിയായിരിക്കുന്ന. And I shared the room. അല്ലേ, എലി എന്ന് പറയുന്നത് എൻ്റെ റൂമിൽ ഇഷ്ടം പോലെ ഉണ്ട്. I shared the room എന്ന് പറഞ്ഞാൽ ഞാനും എലിയും കൂടിയിട്ടാണ് റൂം ഷെയർ ചെയ്യുന്നത്. I took out my box of matches. അപ്പോ ഇത് ഏത് കാലഘട്ടത്തിലാണെന്ന് ആലോചിക്കണം കേട്ടാ. നമ്മുടെ ബഷീറിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹവും അല്ലേ ഒരു ഹോമിയോപ്പത്, ഇവർ തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പൊ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല. അപ്പോ മണ്ണെണ്ണ വിളക്കോ മെഴുകുതിരിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, തീപ്പെട്ടി എടുത്തു, എന്നിട്ട് ലൈറ്റഡ് ദ കെറോസിൻ ലാമ്പ്. അതായത് തീപ്പെട്ടി എടുത്ത് കത്തിച്ചു. എന്ത് കത്തിച്ചു? കെറോസിൻ ലാമ്പ്, മണ്ണെണ്ണ വിളക്ക്. എവിടെ? ഓൺ ദ ടേബിൾ. The house was not electrified. It was a small rented room. അതിനെ വീടെന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു ചെറിയ വാടകയ്ക്കെടുത്ത റൂമാണത്. I had just set up medical practice and my earnings were meager. അപ്പൊ ഞാൻ ചെറുതായിട്ട് എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടുള്ളൂ. എനിക്ക് ഏണിങ്സ് എന്ന് പറയുന്നത് മീഗർ എന്ന് പറഞ്ഞാൽ പേരിന് വളരെ ചെറിയ ഒരു ഏണിങ്സ് മാത്രമേ എനിക്കുള്ളൂ. I had about 60 rupees
in my suitcase. എൻ്റെ കയ്യിൽ ആകെ 60 രൂപയാണ് എൻ്റെ സൂട്ട് കേസിൽ ഉള്ളത്. along with some shirts and dhotis. ഈ 60 രൂപയുടെ കൂടെ എൻ്റെ സൂട്ട് കേസിൽ പിന്നുള്ളത് എന്താ? എൻ്റെ ഷർട്ട്സും ധോത്തീസും. I also possessed one solitary black coat which I was then wearing. ഒപ്പം തന്നെ ഞാനൊരു ബ്ലാക്ക് കോട്ട്, ഒരു കറുത്ത കോട്ടും ഞാൻ കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ അത് ഉണ്ടായിരുന്നു, അതും സൂട്ട് കേസിലുണ്ടായിരുന്നു. വിച്ച് വാസ് ഐ വെയറിങ്, സോറി, അത് സൂട്ട് കേസിലല്ല, അത് ഞാൻ ധരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് ആകെയുള്ളത് ഇതൊക്കെയാണ്. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്, ഞാൻ അങ്ങനെ അകത്ത് കയറി. ടുക്ക് ഓഫ്, ശ്രദ്ധിക്കുക, ടുക്ക് ഓഫ് എന്ന് പറയുന്നത് ഫ്രൈസൽ വെർബാണ്. ടുക്ക് ഓഫ് എന്ന് പറയുന്നത് ഫ്രൈസൽ വെർബാണ്. ഞാൻ നിങ്ങളോട് പറയാൻ മറന്നു, നമ്മളിനി പരീക്ഷ എടുത്തുക്കുമ്പോൾ ഫ്രൈസൽ വെർബുകളും ഉണ്ടാവും ഇപ്പം. ഓക്കെ, കേൾക്കണ്ട? ആ, ടുക്ക് ഓഫ്, ഞാൻ എൻ്റെ ഫ്രൈസൽ വെർബ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒന്നിലധികം വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒറ്റർത്ഥമുള്ള ഒരു വാക്കായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഫ്രൈസൽ വെർബ് എന്ന് പറയാം. ടുക്ക് ഓഫ്, ഗേവ് അപ്പ്, ഗിവ് ഇൻ, പുട്ട് ഓൺ, പുട്ട് ഓഫ്, ഇതൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അതെന്നെ സാധനം, നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നൊരു സാധനം. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്, എൻ്റെ കറുത്ത കോട്ട് ഞാൻ ടുക്ക് ഓഫ്. എന്തായിരിക്കും അപ്പൊ അതിന്റെ അർത്ഥം? എൻ്റെ കറുത്ത കോട്ട് ഞാൻ ഊരി, അല്ലേ? കറുത്ത കോട്ട് ഞാൻ മാറ്റിയിട്ട് അതിൻ്റെ ഒപ്പം നോക്കുക, കറുത്ത കോട്ട് മാത്രമല്ല, ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട്, എ നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹങ് ദം അപ്പ്. അപ്പോ എൻ്റെ കറുത്ത കോട്ടും വെള്ള ഷർട്ടും അതുപോലെ ബനിയനും ഞാൻ മാറിയിട്ട് എന്ത് ചെയ്തു? സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹങ് ദം അപ്പ്. കണ്ടില്ലേ, അപ്പുറത്തൊരു പണ്ടൊക്കെ വീടുകളിൽ അങ്ങനെയാണ്, ഒരു ചുമരുമെന്ന് മറ്റേ ചുമരുമ്പിലേക്ക് ഒരു ആണി അടിക്കും, എന്നിട്ടൊരു കയറ് കിട്ടും. അതിനൊരു പേരുണ്ട്. എന്താ അതിന്റെ പേര്? വീടിന്റെ അകത്ത് ഇങ്ങനെയാണ് ഡ്രസ്സൊക്കെ ഇടാനായിട്ട് ഇടുന്ന സാധനം. ഇപ്പണ്ട് അങ്ങനെ വീടുകളിൽ വല്ലതും ഉണ്ട്? അങ്ങനെ ഉണ്ട്. ഇതിന്റെ പേരെന്താ? ഇത് വീടിന്റെ അകത്താ, പുറത്തല്ല. അപ്പോ അതുമേ ഇട്ടു, ഹങ് അപ്പ്. ഐ ഓപ്പൺഡ് ദ 2 വിൻഡോസ് ഇൻ ദ റൂം. ഞാൻ വീടിന്റെ അകത്തുള്ള 2 ജനലുകളും തുറന്നു. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം വിത്ത് 1 wall ഫേസിംഗ് ദ ഓപ്പൺ യാർഡ്. അതായത് ഇത് പുറത്തുള്ള ഒരു റൂമാണ്, എന്ന് വെച്ചാൽ ഒരു വീടിനോട് ചേർന്ന് പുറത്തുള്ളതായിരിക്കും. അതിന്റെ ഒരു ചുമര് തുറന്ന മുറ്റത്തേക്കാണ്. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗാബിൾസ്. അപ്പൊ ആ വീടിനെ കുറിച്ചിട്ടാണ് പറയണത്. ആ വീടിന്റെ പുറത്തുള്ള റൂമായിരുന്നു. അതിനൊരു എന്താ പറയാ, എ ടൈൽഡ് റൂഫ്. അതിന്റെ മുകൾ ഭാഗം കണ്ടില്ല, റൂഫ് കണ്ടില്ല? റൂഫ് എന്ന് പറഞ്ഞാൽ മുൾഭാഗം, മേൽക്കൂര. എങ്ങനത്തെയാ? ടൈൽഡ് എന്ന് പറഞ്ഞാൽ ഓടിട്ടതായിരുന്നു. പിന്നെ ലോങ് സപ്പോർട്ടിങ് ഗാബിൾസ് ദാറ്റ് റെസ്റ്റഡ് ഓൺ ബീം ഓവർ ദ വാൾ. അപ്പൊ ഈ ഓടിട്ട വീടുണ്ടാക്കുമ്പോ ഓട് വെക്കാനായിട്ടുള്ള പട്ടിക അടിക്കാനായിട്ട് നമ്മള് കഴുക്കോല് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. കണ്ടിണ്ടാ, കേട്ടിണ്ടാ? അങ്ങനെയൊക്കെ കഴുക്കോല്. ഈ കഴുക്കോല് എന്ന് പറയുന്ന സാധനം, ഗാബിൾസ് ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം, അതായത് ചുമരിന്റെ മീതെയും ഒരു ബീം എന്ന് പറഞ്ഞാൽ അതും മരത്തിന്റെ ഇനിയാണ്. ആ ബീമുകളില് ഈ പറയുന്ന ഗാബിൾസ് അതിങ്ങനെ ഉറപ്പിച്ചിരുന്നു എന്നാ പറയുന്നത്. There was no ceiling. ആ വീടിന് എന്തുണ്ടായിരുന്നില്ല? സീലിംഗ് ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം അടച്ചിട്ടില്ല. There was a regular traffic of rat to and from the beam. അപ്പോ ഈ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എലികൾക്ക് ഒരു റോഡ് പോലെയാണ്.
ഈ ബീമിലൂടെ എലികൾ എന്ത് ചെയ്യുന്നു? ട്രാഫിക് അങ്ങോട്ടും ഇങ്ങോട്ടും, അത് എന്താ വണ്ടികൾ ഓടുന്ന പോലെ എലികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. മനസ്സിലായോ? അപ്പൊ അതിൽ എലികൾ ഇങ്ങനെ ഓടി നടന്നിരുന്നു, ടു ആൻഡ് ഫ്രം, അതായത് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. I made my bed and pulled it close to the wall. I made my bed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കിടക്ക ഉണ്ടാക്കിയെന്നല്ല, ഞാൻ കിടക്ക വിരിച്ചു അല്ലേ. കിടക്ക വിരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ലേ ഡൗൺ, ഞാൻ അതിൽ കിടന്നു. ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്, പക്ഷെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഐ ഗോട്ട് അപ്പ്, ഞാൻ എഴുന്നേറ്റു. ആൻഡ് വെന്റ് ഔട്ട് ടു ദ വരാന്ത ഫോർ എ ലിറ്റിൽ എയർ. എന്നിട്ട് വരാന്തയിലേക്ക് ഞാൻ പോയി. എന്തിനാ പോയേ? കുറച്ച് കാറ്റ് കിട്ടാൻ. ബട്ട് ദ വിൻഡ് ഗോഡ് സീംഡ് ടു ഹാവ് ടേക്കൻ ടൈം ഓഫ്. പക്ഷേ വിൻഡ് ഗോഡ് എന്ന് പറഞ്ഞാരാ? വിൻഡ് ഗോഡ് വായുദേവൻ എന്നൊക്കെ പറയും. വായുദേവൻ. അതിവിടെ സീരിയസ് ആയിട്ടാണോ തമാശക്കാണോ എന്നുള്ളത് അറിയില്ല. തമാശക്കായിട്ടാ പറയണത്. വിൻഡ് ഗോഡ് കേട്ടാ. വായുദേവൻ എന്ത് ചെയ്തില്ല? എന്നെ അനുഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞ ഹാവ് ടേക്കൻ ടൈം ഓഫ്, കുറെ അധികം സമയം എടുത്തു. ടൈം ഓഫ് കണ്ട, ടേക്കൻ ടൈം ഓഫ്. കാറ്റുണ്ടായിരുന്നില്ല. ഐ വെന്റ് ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. ഐ ഓപ്പൺഡ് ദ ബോക്സ് ബിനീത്ത് ദ ടേബിൾ ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ റൂമിലേക്ക് പോയി, ചെയറും ഇരുന്നു. എന്നിട്ട് ഒരു ബോക്സ് തുറന്നു, എവിടെ? ടേബിളിന്റെ അടിയിലുള്ളത്. എന്നിട്ട് ഞാനൊരു ബുക്ക് ഇങ്ങോട്ട് എടുത്തു. ദ മെറ്റീരിയ മെഡിക്ക. എന്താ ബുക്കിന്റെ പേര്? മെറ്റീരിയ മെഡിക്ക. I opened it at the table on which stood the lamp and large mirror. ഞാൻ ആ ബുക്ക് ടേബിളിൽ വെച്ച് തുറന്നു. എന്നിട്ട് നോക്കിയപ്പോ എന്താ പറഞ്ഞത്? ആ ടേബിളിന്റെ മുൻപിൽ ഒരു വലിയ മിറർ, ഒരു വലിയ കണ്ണാടി ഉണ്ട്. എ സ്മോൾ കോംബ് ലേ ബിസൈഡ് ദ മിറർ. അപ്പോ ആ മിററിന്റെ മുൻപിലാണെങ്കിൽ ചെറിയൊരു ചീർപ്പും അവിടെ കിടക്കുന്നുണ്ട്. എ സ്മോൾ കോംബ്. വൺസ് ഫീൽസ് tempted to look into a mirror when it is near. അല്ലേ? നിങ്ങളായാലും നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്നൊരു കണ്ണാടി കണ്ടു എന്ന് വിചാരിക്കും. എന്ത് ചെയ്യും? ഒരു നിമിഷ നേരത്തേക്ക് നിങ്ങൾ നടത്തം നിർത്തും, ഇല്ലേ? നിർത്തില്ലേ? നിർത്തിയിട്ട് എന്ത് ചെയ്യും? അതന്നെ, കണ്ണാടിയിലേക്ക് നോക്കും. എന്നിട്ട് നമ്മൾ തന്നെയല്ലേ എല്ലാവരേനും കാട്ടിയും സുന്ദരി അല്ലെങ്കിൽ സുന്ദരൻ എന്നുള്ളത് ഉറപ്പുവരുത്തും. ശരിയല്ലേ? ആ കാര്യത്തില് എല്ലാവർക്കും ഒരഭിപ്രായം, യാതൊരു സംശയമില്ല. അപ്പൊ നമ്മുടെ വീട്ടിലും നാട്ടിലും വെച്ചിട്ട് ഏറ്റവും അഴകുള്ള ആള് നമ്മളാണെന്നുള്ള കാര്യം നമ്മൾ കണ്ണാടിയിലൊന്ന് നോക്കും, എന്നിട്ട് ഉറപ്പിക്കും. അപ്പൊ ഞാനും അതെ എന്ത് ചെയ്തു? മിററിന്റെ മുൻപിലെത്തിയപ്പോൾ ഒന്ന് നോക്കി. In those days, I was great admirer of beauty. നമ്മുടെ പോലെ തന്നെയാണ് ഇവിടെ ഡോക്ടറും സൗന്ദര്യത്തിനെ കുറിച്ച്, അതായത് സൗന്ദര്യത്തിനെ പുകഴ്ത്തുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൂടുതൽ സുന്ദരനാകാൻ ഇങ്ങനെ ശ്രമിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഗ്രേറ്റ് അഡ്മയറർ എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും അഡ്മയർ ചെയ്യുക എന്ന് പറഞ്ഞ പുകഴ്ത്തുക എന്നർത്ഥം. അതായത് അതിൽ ഇഷ്ടമുള്ള ആള്, താല്പര്യമുള്ള ആൾ. ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. അപ്പൊ ഞാൻ വിശ്വസിച്ചു ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം, അതായത് ഞാൻ എന്നെ സുന്ദരനാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അങ്ങനെയുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ഐ വാസ് അൺമാരീഡ്. എന്താണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം? അതാണ് അല്ലേ? അത് പെട്ടെന്ന് മനസ്സിലായി. അത് ആർക്കാണാവോ മനസ്സിലായത്? വാസ് എ ഡോക്ടർ. ഞാൻ അൺമാരീഡ് ആണെന്ന് മാത്രമല്ല, ഞാൻ എന്താണ്? ഒരു ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർ ആവുമ്പോ, കല്യാണം കഴിക്കാത്ത ഡോക്ടർ ആവുമ്പോ മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് അല്ലേ? ആണോ അല്ലേ? സ്ത്രീ സൗന്ദര്യം കൂടി ഉണ്ടെങ്കിലോ? ഗംഭീരം അല്ലേ? പക്ഷേ നമ്മൾ ശ്രദ്ധിക്കട്ടെ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയില്
നമ്മുടെ നാട്ടിൽ ഒരു ഒരു പെൺകുട്ടി അല്ലേ, എന്താണ് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മാഷ് പറയുമ്പോ പെൺകുട്ടി, നിങ്ങൾ പറയുമ്പോ ഒരു ചേച്ചി, സ്ത്രീധനത്തിന്റെ പേരിൽ മരിച്ച വിവരം നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അപ്പൊ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ജോലി മേടിക്കുക, സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക. കേട്ടില്ലേ? കല്യാണം കഴിക്കണ്ടെന്നല്ല പറഞ്ഞിട്ടാ. നോക്കുക. ആൻഡ് റാൻ ത്രൂ മൈ ഹെയർ. അപ്പൊ ഞാൻ ഈ ചീർപ്പെടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? എൻ്റെ മുടിയിലൂടെ ഞാൻ ഇങ്ങനെ റാൻ ഇറ്റ് ത്രൂ, ചീപ്പ് കൊണ്ട് ഞാൻ ഇങ്ങനെ ചീകി. ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ് so that I looked straight and neat. ഓക്കെ, അങ്ങനെ ഞാൻ ചീർപ്പെടുത്തിട്ട് മുടിയിലൂടെ ഒന്ന് ചീകി. One feels tempted to look into the mirror when it near. അത് നമ്മൾ പറഞ്ഞു അല്ലേ? Again I heard the sound from above. അങ്ങനെ ഞാൻ മുടി ചീകുന്ന സമയത്ത് ഇതാ ഇവിടെ ഒരു കാര്യം കൂടി, പാർട്ടിങ് സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രൈറ്റ് ആൻഡ് നീറ്റ്. അങ്ങനെ ഞാൻ ഈ മുടി ഇങ്ങനെ ചീകുമ്പോൾ, പാർട്ടിങ് എന്ന് പറഞ്ഞ മുടി ഇങ്ങനെ പണ്ടത്തെ ആൾക്കാര് ചീകുന്നത് കണ്ടിട്ടുണ്ടാവും, സൈഡിലേക്ക് ഇങ്ങനെ ചീകും, ഒരു ഇഴട്ടിട്ട് ഒരു സൈഡിൽ നിന്ന്. കണ്ടിണ്ടാ? ഇപ്പോഴത്തെ ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടാ. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെയ്യുക എന്ന് പറയും. അപ്പൊ അത് ഞാനങ്ങനെ വളരെ ശ്രദ്ധിച്ചിട്ട് ഞാൻ അതങ്ങനെ ചെയ്തു. അഗൈൻ ഐ ഹിയർഡ് ദാറ്റ് ദ സൗണ്ട് ഫ്രം എബവ്. വീണ്ടും ഞാൻ ആ ശബ്ദം കേട്ടു. ഏത് ശബ്ദം? ദ സൗണ്ട് ഫ്രം എബവ്. ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. ഞാൻ വളരെ നന്നായിട്ട് എൻ്റെ മുഖം മിററിൽ ഞാൻ ഇങ്ങനെ നോക്കി. ഇനി എന്തെങ്കിലും വല്ല കുത്തോ കോമയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. I made an important decision. I would shave daily and grow a thin mustache to look more handsome. അതായത് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? എല്ലാ ദിവസവും ഷേവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? എ തിൻ മൗസ്റ്റാക്ക് എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, വരമീശ. പണ്ടത്തെ സിനിമകൾ കണ്ടാൽ അറിയാം. ഈ നസീറിന്റെയും മധുവിന്റെ ഒക്കെ സിനിമയിൽ കാണാം വരമീശ എന്ന് പറയുന്നൊരു സാധനം. വര പോലത്തെ മീശ കണ്ടുണ്ടാ? പണ്ടത്തെ മീശ. അത് വെക്കണം. അത് വെച്ചാൽ എന്താകും? ഞാൻ മോർ ഹാൻസം. ഹാൻസം ആവും. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. ഇതൊക്കെ പറയണേന് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താ എന്തായിരുന്നു ഉണ്ടാത്തത്? ഞാൻ ഡോക്ടറാണ്, ബാച്ചിലറാണ്, അതാണ് മെയിൻ. നോക്കുക. ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ്. ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. I would always keep that attractive smile on my face. അപ്പോ ഞാൻ മറ്റൊരു എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ എന്നാ പറയുന്നത്. ഭൂമി കുലുങ്ങുന്ന ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ തീരുമാനം? I would always keep that attractive smile on my face. ഞാൻ എൻ്റെ മുഖത്ത് ആ അട്രാക്റ്റീവ് സ്മൈൽ, അല്ലേ? എന്താ അട്രാക്റ്റീവ് സ്മൈൽ? എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന ആ ഒരു പുഞ്ചിരി എൻ്റെ മുഖത്ത് ഞാൻ എപ്പോഴും ഞാൻ സൂക്ഷിക്കും. അത് നല്ല തീരുമാനല്ലേ? എന്താ ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടെങ്കിൽ നമ്മളോട് ആൾക്കാർക്ക് നല്ലതാ അതന്നെ. അങ്ങനെ നിങ്ങൾ എപ്പോഴും പുഞ്ചിരി വെക്കാൻ ശ്രമിക്കാറുണ്ടാ? വെറുതെ ചിരിക്കരുത് കേട്ടാ. അട്ടഹസിച്ച് അങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോഴേ വെറുതെ ചിരിച്ച് നടക്കരുത്. അപ്പൊ ചിലപ്പോ 2 ചെമ്പരത്തി പൂവും കൊണ്ടുവന്ന് വെച്ചിരും. ഇത് അങ്ങനെയല്ല, ഒരു ചെറിയ സ്മൈൽ. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അപ്പൊ അയാൾക്ക് ഒരു അട്രാക്ഷൻ. To look more handsome. I was after all a bachelor and a doctor, two on top of it. അപ്പൊ അതാണ് മെയിൻ സംഗതി. എന്താ?
ബാച്ചലറാണ്, ഡോക്ടർ. അഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബവ്. ഇപ്പോഴും അതാ കേൾക്കുന്നൊരു ശബ്ദം. എവിടെ നിന്ന്? മുകളിൽ നിന്ന്. ഐ ഗോട്ട് അപ്പ്, ലിറ്റ് എ ബീഡി ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. ഞാൻ വേഗം എഴുന്നേറ്റിട്ട് വേഗം എഴുന്നേറ്റു എന്നല്ല, ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് ഒരു ബീഡി കത്തിച്ചു. എന്നിട്ട് ആ മുറിയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? നടന്നു. Then another lovely thought struck me. ആ സമയത്ത് മറ്റൊരു മനോഹരമായ ഒരു ചിന്ത എന്നിൽ തറച്ചു. I would marry. എന്താണ് ആ ചിന്ത? എന്താ ചിന്ത? ഞാൻ കല്യാണം കഴിക്കും. I would get married a woman doctor who had plenty of money and good medical practice. അല്ലേ എന്താ പറയണത്? ആ പെണ്ണിനെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് പറയുന്നത്. ഞാൻ എങ്ങനെയുള്ള പെണ്ണിനെയാണ് കല്യാണം കഴിക്കുക? എ വുമൺ ഡോക്ടർ, ഒരു പെണ്ണു ഡോക്ടറെ. അല്ലേ? സാധാരണ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊരു നാട്ടു നടപ്പ്. അല്ലേ? ഒരു ഡോക്ടർ ആരേനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ? എന്താ? ആണായാലും പെണ്ണായാലും ഒരു ഡോക്ടർ ഒരാളെ കല്യാണം ആലോചിക്കുമ്പോ ആരെയായിരിക്കും ആലോചിക്കുക? ആ ഡോക്ടറിനെ. ഞാനിതിപ്പോ പറഞ്ഞ എന്തിനാണെന്ന് മനസ്സിലായില്ലേ? പറഞ്ഞു മനസ്സിലായി എന്തിനാണെന്ന്? ഒരു എഞ്ചിനീയർ കല്യാണം കഴിക്കുമ്പോ ആരെയാണ് ആദ്യം സെലക്ട് ചെയ്യുക? ചിന്തിക്കുക. ഡോക്ടറെ അല്ലെങ്കിൽ പറയുന്നേ നിങ്ങൾ കണ്ടിട്ടില്ലേ നേഴ്സിനെയാ? ഡോക്ടർമാരെ നേഴ്സിനെ കല്യാണം ഞാൻ കണ്ടിട്ടില്ല ചേട്ടാ. അങ്ങനെ ഉണ്ടാ? ഒന്നുകിൽ ഒരു ഡോക്ടർ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ആദ്യം അന്വേഷിക്കുക ഒരു ഡോക്ടറെ തന്നെ കിട്ടുമോ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെ കിട്ടുമോ, അല്ലെങ്കിൽ ഒരു IAS കാരത്തിനെ കിട്ടുമോ, ഇങ്ങനെയൊക്കെയാണ് അന്വേഷിക്കുക. കണ്ടിട്ടില്ലേ നിങ്ങളത്? നിങ്ങളെല്ലാ ഡോക്ടർമാരുടെ വീട്ടിലും പോയി അന്വേഷിച്ച് നോക്കൂ. അവരൊക്കെ മിക്കവാറും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഴിച്ചതൊക്കെ ആരെ തന്നെയായിരിക്കും? ഡോക്ടർ തന്നെയോ? അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇനി വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ അത് എന്തായിരിക്കും? ഡോക്ടർ അത്രയും വലിയൊരു സംഭവമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോ ഒരു ചോദ്യം ഇനി നിങ്ങളോടാണ് കേട്ടാ. നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ? എല്ലാവരോടും കൂടിയിട്ടാ ചോദിച്ചേട്ടാ. ആർക്ക് വേണമെങ്കിലും പറയാം ഉത്തരം. ഇനി പേരെടുത്ത് ചോദിക്കണ. ആരൊന്നും മിണ്ടല്ലോ. ഡോക്ടറെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടോ ഈ കൂട്ടത്തില്? നിബിൻ പറയും. ആരൊരാളാന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഡോക്ടർ ആവണം. കേട്ടില്ലേ? ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം എന്താവണം? നല്ല ഡോക്ടർ ആവണം. വ്യാജനായിട്ട് കാര്യമില്ല. അപ്പോ അങ്ങനെയാണ് കഥ. അപ്പൊ നോക്കട്ടാ, അതാണ് നാട്ടു നടപ്പ്. അങ്ങനെയാ. അതായത് എത്ര കാലം കഴിഞ്ഞാൽ ഇനി മാറാൻ പോണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്ന സമയത്ത് അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടാ. ഗുഡ് മണി, പിന്നെയോ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. വെറും ഡോക്ടറല്ല, നല്ല മെഡിക്കൽ പ്രാക്ടീസ്. ഇഷ്ടം പോലെ രോഗികൾ ഇങ്ങനെ വരിക. അപ്പൊ ഇഷ്ടം പോലെ കാശാവും. പിന്നെയോ ഷീ ഹാഡ് ടു ബി ഫാറ്റ് ഫോർ എ വാലിഡ് റീസൺ. അതായത് ഇവിടെ പറയാൻ ഒരു കാര്യം കൂടി. ആ ഡോക്ടർ പെണ്ണ് എങ്ങനെയുള്ള പെണ്ണായിരിക്കണം? ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തടിച്ചിപ്പാറു. തടിച്ചിട്ട് അല്ലേ? എന്താ അതിനൊരു കാരണം പറയുന്നത്? ഇഫ് ഐ മെയ്ഡ് സം സില്ലി മിസ്റ്റേക്ക് ആൻഡ് നീഡഡ് ടു റൺ അവേ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. കണ്ടാ? ഫാറ്റ് ആവണം എന്ന് പറയണതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. ഞാൻ എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ ഞാൻ എന്ത് ചെയ്യും? ഓടി രക്ഷപ്പെടില്ലേ? ഓടി രക്ഷപ്പെടുമ്പോ ഈ ഡോക്ടർ ഭാര്യ പിന്നാലെ വരും, തല്ലാനായിട്ട് പിന്നാലെ വരും. പക്ഷേ തടിച്ച പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അത്ര എൻ്റെ പോലെ ഓടാൻ പറ്റുമോ? ഓടാൻ പറ്റില്ല. ഓടാൻ പറ്റില്ല. അപ്പോ
ഇയാളുടെ സങ്കല്പങ്ങൾ കേട്ടില്ലേ? ഭയങ്കരമായ സങ്കല്പങ്ങളാ. ഇങ്ങനത്തെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടോ നിങ്ങക്ക്? ഇല്ല, ഭാഗ്യം. നോക്കാം. വിത്ത് സച്ച് തോട്ട് ഇൻ മൈ മൈൻഡ് ഐ റെസ്യൂംഡ് മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ടേബിൾ. അങ്ങനെ ആ ചിന്തകളൊക്കെ വെച്ച് ഞാൻ എൻ്റെ ചെയറിൽ ഞാൻ ഇരിക്കുകയാണ്, ടേബിളിന് മുന്നിൽ. There were no more sounds from above. ഇപ്പോ മുകളിൽ ശബ്ദമൊന്നും കേൾക്കാനില്ല. Suddenly there came a dull thud as if a rubber tube had fallen to the ground. പെട്ടെന്ന് ഒരു ഡൾ തട്ട്, അതായത് ഇങ്ങനെ പറയില്ലേ, പൊത്തോ എന്ന് പറയുന്നൊരു ശബ്ദം അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാല് പൊട്ടുന്ന ശബ്ദമല്ല അല്ലേ? എന്താ പറയാ, നമ്മളിങ്ങനെ പതുക്കെ റബ്ബർ ട്യൂബ് വീണ പോലത്തെ ശബ്ദം എന്നാ പറയുന്നത്. നിലത്ത് റബ്ബർ ട്യൂബ് വീണ പോലത്തെ ഒരു ശബ്ദം. അപ്പോ ഷുവർലി നത്തിങ് ടു വറി അബൌട്ട്. തീർച്ചയായിട്ടും നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ എന്ത് ചെയ്തു, ഒന്ന് തിരിഞ്ഞു നോക്കി. നോ സൂണർ ഹാഡ് ഐ ടേൺഡ് ദാൻ എ ഫാറ്റ് സ്നേക്ക് wriggled over back of the chair and landed on my shoulder. എന്താ സംഭവം? തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ, എൻ്റെ കസേരയുടെ ചാരുന്ന ഭാഗത്ത് അതാ ഒരു സ്നേക്ക് വന്ന് നിൽക്കുന്നു. ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. അതിപ്പോ എവിടെയാ നിൽക്കുന്നത്? എൻ്റെ ഷോൾഡറുമിലാണ് വന്ന് നിൽക്കുന്നത്. കേൾക്കണ്ട? അതായത് ആ സമയത്ത് തടിച്ചൊരു പാമ്പ് പുറകിൽ വന്നു നിന്നു, എൻ്റെ തോളത്ത് പതിച്ചു. അതാണ് സംഭവിച്ചത്. The snakes landing on me and my turning were simultaneous. ഈ സ്നേക്ക് വന്നിട്ട് ലാൻഡിങ് ഓൺ മീ, എൻ്റെ പുറത്ത് വന്നിട്ട് ഇരുന്നതും തോളത്ത് വന്നിരുന്നതും ഞാൻ തിരിഞ്ഞതും ഒരുമിച്ചാണ്. സൈമിൾട്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ. ഐ ഡിഡിന്റ് ജംപ്, ഞാൻ ചാടിയില്ല. ഐ ഡിഡിന്റ് ട്രംബിൾ, ഞാൻ വിറച്ചില്ല. ഐ ഡിഡിന്റ് ക്രൈ ഔട്ട്, ഞാൻ കരഞ്ഞില്ല. There was no time to do any such thing. കാരണം ഇതൊക്കെ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. The snake slithered along my shoulder and coiled around my left arm. ഈ സ്നേക്ക് തോളത്തുനിന്ന് പതുക്കെ സ്ലിതേഡ് എന്ന് പറഞ്ഞിങ്ങനെ പതുക്കെ വഴുക്കിയിട്ട്, അതായത് ഇങ്ങനെ ഇഴഞ്ഞിട്ട് ഷോൾഡറിലൂടെ ഇങ്ങോട്ട് ഇറങ്ങി. എന്നിട്ട് അതിന്റെ കോയിൽഡ് റൗണ്ട് മൈ ലെഫ്റ്റ് ആം, എൻ്റെ ഇടത്തെ കയ്യും കൂടെ അതിങ്ങനെ ചുറ്റി. എബവ് ദ എൽബോ, എവിടെയാ? കൈമുട്ടിന്റെ മീതെയാണ് ചുറ്റണത്, മസിലുമേ. ഹുഡ് വാസ് സ്പ്രെഡ് ഔട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ പത്തി ഇങ്ങനെ എന്ത് ചെയ്തു? വിടർത്തി. ഇറ്റ്സ് ഹെഡ് വാസ് ഹാർഡ്ലി 3 or 4 inches ഫ്രം മൈ ഫേസ്. അപ്പോ ശ്രദ്ധിക്കേട്ടാ, അതിന്റെ തല, അതിന്റെ പത്തി ഇങ്ങനെ വിടർത്തി നിൽക്കുന്നത് എൻ്റെ തലയുടെ തൊട്ടടുത്താ. 3-4 ഇഞ്ച് വ്യത്യാസം അതിന്റെ പത്തിയും എൻ്റെ തലയും തമ്മിൽ. ഒന്ന് ആലോചിച്ച് നോക്ക് അങ്ങനത്തെ ഒരു നിമിഷത്തിനെ കുറിച്ച്. വല്ല കയ്യുമല കാലുമലൊക്കെ കടിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ കടിച്ചതിന്റെ മുകളിലായിട്ടൊരു തുണി കെട്ടിയിട്ട് ഇല്ലേ, പെട്ടെന്ന് ആശുപത്രിയിൽ പോയ ആളെ രക്ഷയ്ക്കപ്പെടുത്താം. തലയിൽ കടിച്ച എന്ത് ചെയ്യും? തലയിൽ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴുത്തിൽ തുണി മുറുക്കി കെട്ടിയിട്ട് കാര്യമുണ്ടാ? ഇല്ല. ഓക്കെ. അപ്പം it would not be correct to say merely that I sat there holding my breath. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുന്നത് കറക്റ്റ് ആണോ എന്ന് എന്താ പറയാൻ പറ്റില്ല. കാരണം I sat there holding my breath, ഞാൻ എൻ്റെ ശ്വാസം പിടിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു. I was turned to stone, ഞാൻ എന്തായി മാറി? ഒരു കല്ലായി മാറി എന്നാ പറയുന്നത്. But my mind was very active, പക്ഷെ എൻ്റെ മനസ്സ് അപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. The door opened into the darkness. The room was filled with darkness. In the light of the lamp, I sat there like a stone image in the flesh. റൂമില് നിറയെ ഇരുട്ടാണ്. ആ ഇരുട്ടത്ത് ചെറിയൊരു ലാമ്പ് മാത്രം. എന്ത് ലാമ്പ്? കെരോസിൻ അല്ലെ? കെരോസിൻ ലാമ്പ്. ആ കെരോസിൻ ലാമ്പില് ഞാനൊരു സ്റ്റോൺ ഇമേജ് പോലെ, ഒരു കൽപ്രതിമ പോലെ. ആ കൽപ്രതിമയുടെ പ്രത്യേകത സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്, അതായത്
ഇറച്ചിയിലുണ്ടാക്കിയ കരിങ്കൽ പ്രതിമ പോലെ. ഒരു കരിങ്കൽ പ്രതിമയുടെ മീതെ മാംസവും തോലും ഒക്കെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഞാനിരുന്നു എന്നാണ്. I felt then great presence of the great creator of this world and this universe. God was there. Suppose I said something and he did not like it. I tried in my imagination to write in bright letters outside my little heart the words, oh God. എന്താ പറയണത്? I felt then great presence of the creator of the world and this universe. ആ സമയത്ത് നോക്കട്ടാ, ഞാൻ ഈ ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ് ആൻഡ് യൂണിവേഴ്സ്, ഈ ലോകത്തെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ആ ക്രിയേറ്റർ, സൃഷ്ടാവിനെ ഞാനിങ്ങനെ മനസ്സിൽ ഓർമ്മിച്ചു. ഗോഡ് വാസ് ദേർ. അവിടെ ആരുണ്ടായിരുന്നു എന്നാ പറയണത്? ദൈവമുണ്ടായിരുന്നു എന്നാ പറയണത്. സപ്പോസ് ഐ സെഡ് സംതിങ്, suppose I said something and he did not like it. I tried in my imagination to write. അപ്പോൾ ഞാൻ ദൈവേ എന്ന് വിളിക്കാനൊന്നും പോയില്ല. ദൈവത്തിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു, പക്ഷെ ദൈവേ എന്ന് വിളിക്കാനൊന്നും പോയില്ല. എന്താ കാരണം എന്നറിയൂ? എന്താ കാരണം? സംതിങ് ആൻഡ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതായത് ഇവിടെ ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നാ പറയണത്. രണ്ടർത്ഥം വരുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നും എടുക്കാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പാമ്പിന് ഇഷ്ടപ്പെട്ടില്ല. രണ്ടും ഒരേപോലെ അല്ലെ? ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പാമ്പ് കടിക്കും, പാമ്പിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും രണ്ടൊരു പോലെ അല്ലേ? പാമ്പ് കടിക്കും. അപ്പോ അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ. ഞാൻ എൻ്റെ സങ്കല്പത്തിൽ ഞാൻ എന്തിനു ശ്രമിച്ചു? ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ്. നല്ല പ്രകാശപൂരിതമായ വാക്കുകളിൽ ഞാൻ ഇങ്ങനെ എഴുതി. ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹേർട്ട്. എവിടെ എഴുതി? ഞാൻ എൻ്റെ ചെറിയ ഹൃദയത്തിൽ ഞാൻ എഴുതി. ദ വേർഡ് ഓ ഗോഡ്. ഞാൻ ഓ ഗോഡ് എന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ എഴുതി എന്നാ പറയുന്നത്. There was some pain in my left arm. അപ്പോ എൻ്റെ ഇടത്തെ കൈയും അങ്ങനെ പാമ്പ് ഇങ്ങനെ ചുറ്റിയിരിക്കുക. എനിക്ക് ഇടത്തെ കൈപ്പതാ ചെറുതായിട്ട് വേദനിക്കുന്നു. It was as if a thick leaden rod. ശരിക്കും പറഞ്ഞാൽ പാമ്പ് ചുറ്റിയിരിക്കുന്നത് എന്തുപോലെയാണെന്നാ പറയണത്? ഒരു ലെഡ് എന്ന് പറഞ്ഞാൽ ലെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെറ്റലാണ്. മെറ്റൽ ഉരുക്കിയിട്ട് ഇങ്ങനെ ഒരു കമ്പിയാക്കിയിട്ടേ. മെറ്റലിന്റെ ഈ ലെഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ടും കൂടെ ഒക്കെ വളയും. നല്ല ഭാരം ഉണ്ടാവും, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും? വളയും. അതുപോലത്തെ ഒരു കമ്പി കൊണ്ട്, ലെഡിന്റെ ഒരു കമ്പി കൊണ്ട് ഇങ്ങനെ ചുറ്റി വളഞ്ഞ പോലെയാണ് തോന്നുന്നത്. നോ, എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ. ശരിക്കും ലെഡ് അല്ല, എന്താണ്? മോൾട്ടൺ ഫയർ. എന്താ? ഉരുകിയ ഒരു, എന്താ പറയാ, നമ്മളിപ്പോ ഒരു ചുട്ടുപഴുത്ത കമ്പി പോലെ. മോൾട്ടൺ ഫയർ എന്ന് പറയുന്നത്. മോൾട്ടൺ ഫയർ വാസ് സ്ലോലി പുട്ട് പവർഫുള്ളി ക്രഷിംഗ് മൈ ആം. ആ പാമ്പ് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൈ. ഇപ്പോ എൻ്റെ കൈ ഇപ്പൊ എന്ത് സംഭവിക്കും? ഒടിയും. അതുപോലെ the arm was beginning to drained of all strength. What could I do? എൻ്റെ കൈയാണെന്നുണ്ടെങ്കിൽ എന്താണെന്നാ പറയണത്? എൻ്റെ ആ കൈയിൻ്റെ എല്ലാ ശക്തിയും ഡ്രെയിൻഡ് എന്ന് പറഞ്ഞാൽ ഇതാ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? At my slightest movement, the snake would strike me. എൻ്റെ ചെറിയൊരു നീക്കം പോലും the snake would strike me. എന്ത് സംഭവിക്കും? ഈ പാമ്പെന്നെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ കൊത്തും. Death lurked 4 inches away. മരണമിതാ 4 ഇഞ്ച് അകലെ. ലർക്കഡ് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ പത്തി വിടർത്തി ആടുകയാണ്. Suppose it struck. What was the medicine I had to take? അപ്പൊ ഞാൻ പിന്നെ അടുത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചു. ഇതെങ്ങാനും കൊത്തിയാൽ ഞാൻ എന്ത് മരുന്ന് കഴിക്കും? There was no medicine in the room. ഞാൻ ഇരിക്കുന്ന റൂമിൽ എന്തില്ല? മരുന്നുണ്ടോ? ഇല്ല. I was but a poor, foolish and stupid doctor. ആ സമയത്ത് അപ്പോൾ ഞാൻ ഒരു പാവപ്പെട്ട മണ്ടനായ പടുവിഡ്ഢിയായ ഡോക്ടറെ പോലെ ഞാനിരുന്നു. I forgot my danger. ഞാൻ പെട്ടെന്ന്
ആ അപകടത്തെക്കുറിച്ച് ഞാൻ മറന്നുപോയി. ആൻഡ് സ്മൈൽഡ് ഫീബ്ലി അറ്റ് മൈസെൽഫ്. എന്നിട്ട് ഞാനിങ്ങനെ സ്മൈൽഡ് എന്ന് പറഞ്ഞ പുഞ്ചിരിച്ചു എന്നാണ്. ഫീബ്ലി എന്ന് പറഞ്ഞ ശരിക്കും ഇങ്ങനെ നിസ്സഹായനായിട്ട് ചിരിക്കുക എന്ന് പറയില്ലേ, ഒരു എളിഭ്യനായിട്ട് ചിരിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഞാൻ ചിരിച്ചു. It seemed as if God appreciated that. എനിക്ക് തോന്നുന്നത് ഇത് ദൈവം എന്താണ് അപ്രീഷിയേറ്റ് ചെയ്ത പോലെ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. The snake turned its head. പെട്ടെന്ന് ഈ പാമ്പ് അതിന്റെ തല തിരിച്ചു. It looked into the mirror. തല തിരിച്ചപ്പോ എവിടേക്കാ തല തിരിച്ചെന്നത്? മിറർ, കണ്ണാടിയിലേക്ക്. And so its reflection. കണ്ണാടിയിൽ നോക്കിയപ്പോ സ്നേക്ക് കാണുന്നത് എന്തിനാ? മറ്റൊരു സ്നേക്കിനെ. I do not claim that it was the first snake that had ever looked into a mirror. ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല, അവകാശപ്പെടുന്നില്ല ഈ സ്നേക്കാണ് ആദ്യമായി കണ്ണാടിയിൽ നോക്കിയ സ്നേക്ക് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. But it was certain that, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, snake was looking into the mirror. ഈ സ്നേക്ക് എന്താ ചെയ്യണതെന്നാ പറഞ്ഞത്? ലുക്കിംഗ് ഇൻ ടു ദ മിറർ, കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. But it was certain that, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എന്താ? It was it admiring? But it was certain that snake was looking to the mirror. Okay, അത് ഉറപ്പാണ്. ഇനി was it admiring its own beauty? ഇനിയിപ്പോ പാമ്പും എന്റെ പോലെ തന്നെയാണോ? നമ്മൾ നേരത്തെ പറഞ്ഞോളൂ, കണ്ണാടിയുടെ മുന്നിലൂടെ അറിയാതെ നമ്മൾ നീങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ണാടിയിലേക്കൊന്ന് നോക്കും. എന്തിനാ? നമ്മൾ തന്നെയല്ലേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കേക്കാലിയ എന്തുട്ടാ? കണ്ണാടിയുടെ മുന്നിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ നോക്കണത് എന്തിനാ? അതന്നെ ഈ വെറും സുന്ദരനല്ല, അങ്ങനെയാണോ? ഈ വീട്ടിലെ, ഈ നാട്ടിലെ, ഈ ലോകത്തിലെ, അങ്ങനെയല്ലേ? അതാണ് സത്യം, അതാണ് സത്യം. നമ്മളങ്ങനെ എടുക്കാൻ പാടുള്ളൂട്ടാ, അത് മോശമുള്ള കാര്യമില്ല. ഓക്കെ. ഇനി was it admiring its own beauty? അപ്പോ പാമ്പും അങ്ങനെയാണോ? Was it trying to make an important decision about growing a moustache or using eyeshadow and mascara or wearing a vermilion spot on its forehead? അപ്പോൾ ഇവിടെ പാമ്പിനെ കുറിച്ച്, പാമ്പിങ്ങനെ കണ്ണാടിയിൽ നോക്കുന്നത് എന്തിനായിരിക്കാം? എന്തിനായിരിക്കാം? ഒരു പക്ഷേ അത് ചിന്തിക്കുന്നത് എന്തായിരിക്കാം? അഡ്മയറിങ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. പാമ്പ് അതിൻ്റെ തന്നെ സൗന്ദര്യം കണ്ട് അല്ലേ മയങ്ങിയിരിക്കുകയാണോ? വാസ് ഇറ്റ് ട്രൈങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടന്റ് ഡിസിഷൻ? ഈ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അത് എടുക്കുകയാണോ? അതായത് എന്ത് തീരുമാനം? ഗ്രോവിങ് എ മൗസ്റ്റാക്ക്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വരമീശ വെക്കണം എന്ന് ഞാനിപ്പോ ആലോചിച്ചോളൂ അല്ലേ? കംപ്ലീറ്റ് ക്ലീൻ ഷേവ് ചെയ്തിട്ട് വരമീശ മാത്രം, അങ്ങനെ ഞാൻ ഹാൻസം ആവണം. അതുപോലെ പാമ്പും ചിലപ്പോ ഒരു താടി വെക്കണോ, ഒരു മീശ വെക്കണോ, അല്ലെങ്കിൽ ഐ ഷേഡോ അല്ലേ? പെൺപാമ്പാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അതിന്റെ മുന്നിൽ നിന്ന് മാറാൻ സാധ്യതയില്ല. അപ്പൊ അവര് ചിന്തിക്കുന്നത് എന്തൊക്കെയായിരിക്കാം? ഐ ഷേഡോ ആണോ, അതോ മസ്കാര എന്ന് പറഞ്ഞ് ഈ കണ്ണില് തേക്കുന്ന സാധനം തന്നെ, അതുപോലെ വെർമില്യൻ സ്പോട്ട്. ഇനിയിപ്പോ ഈ നെറ്റിമ കുറി തൊടില്ലേ, അതുപോലത്തെ കുറി അല്ലേ? ഒരു വെർമില്യൻ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഗോപിക്കുറി എന്നൊക്കെ പറയും നമ്മൾ. അത് തൊടുന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയാണോ എന്ന് എനിക്ക് തോന്നി എന്നാ പറഞ്ഞു. I did not know anything for certain. എനിക്ക് കുറച്ചു നേരത്തേക്ക് ഒന്നിനെ കുറിച്ചും എനിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ അറിഞ്ഞില്ല. വാട്ട് സെക്സ് വാസ് ദ സ്നേക്ക്? ഈ പാമ്പ് എന്ത് പാമ്പാണ്? പെണ്ണാണോ ആണാണോ? വാസ് ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ? മെയിൽ ആണോ ഫീമെയിൽ ആണോ? ഐ വിൽ നെവർ നോ. എനിക്ക് ഒരിക്കലും അറിയില്ല. For the snake unwound itself from my arm and slowly slithered into my lap. എന്താ കാരണം?
അതൊന്നും ചിന്തിക്കാനുള്ള നേരില്ല. കാരണം ഈ പാമ്പ് ഇപ്പൊ ചുറ്റഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് സമാധാനവും. പക്ഷെ എന്താ സംഭവിക്കുന്നത് അറിയോ? സ്ലോലി സ്ലിതർ ഇൻ ടു മൈ ലാപ്പ്. ഇപ്പൊ എന്റെ മടിയിലേക്കാണ് അത് ഇറങ്ങിയത്. ഫ്രം there it crept on to the table. മടിയിൽ നിന്ന് ഇപ്പൊ എവിടേക്ക് കയറി? on the table and moved forward the mirror. എന്നിട്ട് അത് പോകുന്നത് എവിടേക്കാ? towards the mirror. മിററിന്റെ നേരേക്കാ. perhaps it wanted to enjoy its reflection at closer quarters. ഒരു പക്ഷേ അത് ആഗ്രഹിക്കുന്നത് അതിന്റെ തന്നെ റിഫ്ലക്ഷൻ, അതിന്റെ തന്നെ ആ ഇതുണ്ടല്ലോ, അത് ഒന്നുകൂടി അടുത്ത് കാണാനായിരിക്കാം. ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. അപ്പോൾ ഇത്ര നേരം ഞാൻ എന്തായിരുന്നു? കരിങ്കൽ പ്രതിമയായിരുന്നു. കരിങ്കൽ പ്രതിമയായിരുന്ന ഞാൻ ഇപ്പോൾ പാമ്പ് മേശപ്പുറത്ത് കയറിയപ്പോൾ ഇനി കരിങ്കൽ പ്രതിമയായിട്ട് ആകുന്നതിൽ അർത്ഥമില്ല. ഞാൻ പെട്ടെന്ന് ആ പ്രതിമയിൽ നിന്ന് മാറി. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ഞാൻ ഒരു മാംസവും രക്തവുമുള്ള ഒരു മനുഷ്യനായി മാറി. സ്റ്റിൽ ഹോൾഡിംഗ് മൈ ബ്രീത്ത് ഐ ഗോട്ട് അപ്പ് ഫ്രം ചെയർ. ഞാൻ എന്ത് ചെയ്തു? ശ്വാസം പിടിച്ച് ചെയറിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. ഐ ക്വൈറ്റ്ലി വെന്റ് ഔട്ട് ത്രൂ ദ ഡോർ. നിശബ്ദനായി ഞാൻ ഡോറിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് ഇറങ്ങി. ഇൻ ടു ദ വരാന്ത. എവിടേക്ക്? വരാന്തയിലേക്ക്. ഫ്രം there, അവിടെ നിന്ന് ഐ ലീപ്ഡ് ഇൻ ടു ദ യാർഡ്. അവിടെ നിന്ന് ഞാൻ മുറ്റത്തേക്ക് എന്ത് ചെയ്തു? ലീപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചാടി. മാൻ ചാടുന്ന പോലെ ചാടി. and ran for all I was worth. എന്നിട്ടോ ഞാൻ അവിടെ നിന്ന് ചാടിന്ന് മാത്രല്ല, ഞാൻ ഒരൊറ്റ ഓട്ടോടി അവിടുന്ന്. ഐ വാസ് വർത്ത്. കാരണം ഓൾ ഐ വാസ് വർത്ത്, എനിക്ക് എന്നെ വേണം. അതായത് ഫ്യൂ ഈച്ച് ഓഫ് us he ഇവിടെ സൈ ഓഫ് റിലീഫ്. അപ്പൊ ഇത്ര നേരം ഈ കഥ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും അങ്ങോട്ട് ഒരു ശ്വാസം അങ്ങോട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. ഓൾ ഓഫ് us lit ബീഡീസ്. അപ്പൊ ആ നിശ്വാസത്തിന് ഞങ്ങൾ എല്ലാവരും ഒരു ബീഡി കത്തിച്ചു. somebody asked, doctor, is your wife very fat? അല്ലേ ഡോക്ടറെ, നിങ്ങളുടെ ഭാര്യ ഭയങ്കര തടിച്ചിയാണോ? no, the doctor said, God willed otherwise. ദൈവം മറ്റൊന്നാണ് വിചാരിച്ചിട്ടുള്ളത്. my life companion is a thin reedy person with a gift of a sprinter. അപ്പോ എന്താ പറയണത്? എൻ്റെ ഭാര്യ വളരെ വണ്ണം കുറഞ്ഞതും, പിന്നെന്താ പറയണത്? തിൻ റീഡി എന്ന് പറഞ്ഞാൽ ഒരു പട്ടത്തകിട് പോലെയാണെന്നാ പറയുന്നത്. ഇനി എ പേഴ്സൺ വിത്ത് ഗിഫ്റ്റ് ഓഫ് സ്പ്രിന്റർ അല്ലെ? എന്താ ഒരു അത്രയും ഒരു എന്താ പറയാ, സ്പ്രിന്റർ. ഗിഫ്റ്റ് ഓഫ് സ്പ്രിംഗർ എന്ന് പറഞ്ഞ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഞാൻ ഓടുമ്പോൾ എൻ്റെ പിന്നാലെ ഓടാൻ പറ്റാതെ ആവണം എന്നാ പറയണത്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് എന്നെക്കാട്ടി നന്നായിട്ട് ഓടും. അത്ര ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിന്റർ. സ്പ്രിന്റർ ആണി എന്നൊക്കെ പറയില്ല അതുപോലെ. ഇനി someone else asked, വേറൊരാൾ ചോദിച്ചു, ഡോക്ടർ, when you ran did the snake follow you? നീ ഓടുമ്പോൾ ഈ പാമ്പ് നിന്റെ പിന്നാലെ വന്നോ? The doctor replied, ഡോക്ടർ പറഞ്ഞു, I ran and ran till I reached a friend's house. ഞാൻ അങ്ങനെ ഓടി 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 എവിടെത്തി? എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി. Immediately I smeared oil. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഓയിൽ എടുത്തിട്ട് സ്മിയേർഡ് എന്ന് പറഞ്ഞ തേച്ചു. all over my self and look a bath. ഞാൻ മൊത്തം എണ്ണ തേച്ചിട്ട് ഞാനൊരു കുളിയെ കുളിച്ചു. I changed into fresh clothes. പുതിയ ഡ്രസ്സൊക്കെ ധരിച്ചു. The next morning at about 8:30, അടുത്ത ദിവസം ഞാൻ ഒരു 8:30 I took my friend and 1 or 2 others to my room to move my things from there. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെയും പിന്നെ വേറെ കുറച്ച് ആൾക്കാരെയൊക്കെ ആയിട്ട് വന്നു എൻ്റെ സാധനങ്ങൾ അവിടുന്ന് കൊണ്ടുപോകാൻ. But we found we had a little to carry. പക്ഷേ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല, വളരെ കുറച്ച് മാത്രമേ കൊണ്ടുപോകേണ്ടി വന്നുള്ളൂ. ലിറ്റിൽ ടു ക്യാരി. Some thief had removed most of my things. കാരണം ഏതൊക്കെയോ കള്ളന്മാർ വന്നിട്ട് എൻ്റെ കുറേ സാധനങ്ങൾ കൊണ്ടുപോയി. The room had been cleaned out. റൂം ക്ലീൻ ആയിരിക്കുന്നു. But not really. The thief had left behind one thing as a final insult. പക്ഷേ ഒന്നുണ്ട്. Thief had left behind.
ആ കള്ളൻ ഒരു സാധനം അവിടെ ബാക്കി വെച്ചിരിക്കുന്നു. എന്തിനാ? എന്താ ബാക്കി വെച്ചിരിക്കുന്നത്? അതായത് ഇവിടെ പറയുന്നത് എന്നെ നാണം കെടുത്താനായിട്ട് ഒരു സാധനം അവിടെ ബാക്കി വെച്ചിരിക്കുന്നു. വാട്ട് വാസ് ദാറ്റ്? ഐ ആസ്ക്. ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു, എന്താണത്? The doctor said, my vest, the dirty one. The fellow had such a sense of cleanliness. എന്താ പറയണത്? എന്താണ് ബാക്കി വെച്ചത്? എൻ്റെ ബനിയൻ. എൻ്റെ ബനിയൻ ഒഴികെ എല്ലാം അവൻ അടിച്ചോണ്ട് പോയി. ആ കള്ളൻ നിസാര കള്ളനല്ല, അവന് ഭയങ്കര വൃത്തിയും വെടുപ്പുള്ള കള്ളനാണ്. അതാണ് അല്ലേ ക്ലെൻലിനെസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയില്ലേ വൃത്തി. Rascal could have taken it and used it after washing with soap and water. ആ റാസ്കലിന് വേണമെങ്കിൽ അത് കൊണ്ടാവാമായിരുന്നു. അതൊന്ന് സോപ്പിട്ട് കഴുകിയാൽ മതി, എന്നിട്ട് ഉപയോഗിക്കാമായിരുന്നു. Did you see the snake the next day, doctor? ഡോക്ടറോട് വീണ്ടും ചോദിക്കാണ്, അങ്ങ് അടുത്ത ദിവസം ആ പാമ്പിനെ കണ്ടോ? ഡോക്ടർ laughed. ഡോക്ടർ ചിരിച്ചു. I have never seen it since it was a snake which was taken with its own beauty. ഞാൻ ഒരിക്കലും പിന്നെ അതിനെ കണ്ടിട്ടില്ല. അതെങ്ങനെയുള്ള പാമ്പായിരുന്നു? which was taken with its own beauty. അതിന് അതിൻ്റെതായിട്ടുള്ള, അതായത് അതിൻ്റെ തന്നെ സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു പാമ്പായിരുന്നു എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോ അതാണ് നമ്മുടെ പാഠം.